இந்த மாதிரி ஒரு ஃபைல் வருவே. ஆர்டிஓ செல்லான் ஏபிகேன்னு ஒரு ஃபைல் வருவே. இது நம்ம எப்படி டவுன்லோட் பண்ணுறோம்னா, இந்த மாதிரி நம்ம டவுன்லோட் பண்ணுவேன். ஈஸியா நம்ம டவுன்லோட் பண்ணியதுக்கப்புறம், இந்த மாதிரி ஓப்பன் பண்ணும்போது, இது ஒரு ஸ்பேன் ஃபைல்ன்னு காட்டுவேன். இருந்தாலும் நீங்க அதில ஓப்பன் குடுத்துட்டேன். ஓப்பன் குடுத்துட்டு இருந்தா, அது ப்ரௌசர் எங்கேயாவது வந்து சேவ் ஆகுறதுக்காக கிளிக் ஆகும் நம்ம வந்து. இது இப்படி கிளிக் ஆயிடுச்சு. இது ஓப்பன் ஆயிடுச்சு. செட்டிங்ஸ்ல நாம என்ன குடுக்குவேன்? ஆலோ குடுத்துட்டேன். ஆலோ குடுத்தது ஓப்பன் ஆயிடுச்சுன்னு நெனைக்குங்க. மேபி ഇത് ഒരു നിമിഷം. ആർടിഒ ചെല്ലാൻ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ അതേപോലെയുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വാട്സപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ലിങ്ക് ഡിവൈസ് മുകളിൽ കാണുന്ന അത് 3 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ലിങ്ക് ഡിവൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എവിടാണോ വേറെ ഏതെങ്കിലും ഡിവൈസുമായിട്ട് നിങ്ങളുടെ ഫോൺ കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. അതെടുത്തിട്ട് നമ്മളതിനകത്ത് റിമൂവ് അല്ലെങ്കിൽ ലോഗിൻ ചെയ്ത് കളയുക. റിമൂവ് ഡിവൈസ് കണ്ടില്ലേ? റിമൂവ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. ഇത് സ്പാം നിങ്ങൾക്ക് പിന്നീട് മെസ്സേജ് പോവില്ല. അതായത് നിങ്ങളുടെ ഫോണിൽ നിന്ന് പിന്നീട് നിങ്ങൾ മറ്റ് ആൾക്കാർക്കും നമ്മളറിയാതെ മെസ്സേജ് പോവില്ല. ഓക്കെ. ഇതുപോലെ ആർടിഒ ചെല്ലാൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ വരും. അത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാലും നമ്മുടെ ഫോണിൽ വാട്സപ്പ് ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്യണം. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ലിങ്ക് ഡിവൈസ് ഒന്നും നമ്മുടെ ഫോണിൽ ലിങ്ക് ആയിട്ടില്ല. മറ്റ് ഫോൺ ഒന്നുമായിട്ട് നമ്മുടെ ഫോൺ കണക്റ്റഡ് അല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചാൽ മാത്രം മതി. ശേഷം നമ്മൾ ഇതിനകത്ത് പാനിക് ആവേണ്ട കാര്യമില്ല. ഇതുപോലെ ലിങ്ക് ഡിവൈസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഈ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത ആൾക്കാർ